ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കുക, അതിനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, അങ്ങനെ കേട്ടോ. അധികം ചെടികളെന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എന്നാലും മുന്നേയൊക്കെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂച്ചെടികളാണെങ്കിലും പച്ചക്കറീൻ്റെ ആണെങ്കിലും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം അങ്ങനെ നോക്കി നിർത്താനൊന്നും പറ്റാൻ കുറച്ചൊരു ഗ്യാപ്പ് വന്നപ്പോൾ അങ്ങനെ എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും പുതിയ അതിഥികൾ വരാൻ പോകുന്നുണ്ട്, ഉടനെ തന്നെ വരും പുതിയ അതിഥികൾ. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് മുറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇല വെച്ച് കഴിഞ്ഞാലും ഇലൻ്റെ നീരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം വെള്ളം ഒഴിക്കാതെ ഇത് കരിഞ്ഞു പോയതായിരുന്നു. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് തുടങ്ങിയിട്ട് തളർത്ത് വന്നതാണ് കേട്ടോ ഈ ഇലകളൊക്കെ. അപ്പം ഇത് നമ്മൾ പഴയ ഒരു ബോട്ടിലിൻ്റെ എന്തോ ഒരു സംഭവത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ ഒരു മുല്ലച്ചെടി ഉണ്ട്. ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എന്താ കൊമ്പ് പറിച്ചിട്ട് വെച്ചതായിരുന്നു. ഇതിലെപ്പോഴും പൂ വരും ഗൈസ്, എപ്പോഴും ഉണ്ടാവും, സീസൺ ആവണമെന്നൊന്നുമില്ല. പക്ഷേ മുന്നോട്ട് അതിന് വന്നത് കൊമ്പോട് കൂടി പറിച്ച് കളയുന്നത് കണ്ടോ ഗൈസ്? നിങ്ങൾ നിൽക്കട ആടല്ലേ, ഇത് കണ്ടോ? ഇത് പറിച്ചതിൻ്റെ അടയാളാണ്, കാണുന്നുണ്ടോ? ഇതിങ്ങനെ വരുന്നതിനെ മൊത്തം അങ്ങനെ കൊമ്പോട് കൂടി പറിച്ചുകൊണ്ട് പോകും മുന്നോട്ട്. അതുകൊണ്ട് ഇതിൽ പൂവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ പറിച്ചെടുത്തതാണ്, ഇങ്ങനെ കൊമ്പോട് കൂടി ഇങ്ങനെ പറിച്ചെടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അതിനെ പറിച്ചെടുത്ത്. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെ വേറെ പുതിയത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇതും അതുപോലെ ഞാനിപ്പോൾ നോക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇപ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന ആൾ കേട്ടോ. എനിക്കങ്ങനെ വർക്കിനൊക്കെ പോകുമ്പോൾ ടൈം കിട്ടാറില്ല. അങ്ങനെ ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കരിഞ്ഞ് പോകാനായി നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ പിന്നെ ഇതിനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം ഇങ്ങനെ തളർത്ത് വന്ന ഇലകളാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെ പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ ഒരു ഭയങ്കര ഇങ്ങനെ ഗ്രീനായിട്ട് ഇങ്ങനെ നോക്ക്, കുഞ്ഞി കുഞ്ഞി ഇലകളൊക്കെ ഇങ്ങനെ തളർത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ കറിവേപ്പില തൈ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞ് പോകാനായതായിരുന്നു. അതിലിങ്ങനെ വെള്ളം ഡെയിലി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നോക്ക് ഗൈസ്, കുഞ്ഞു കുഞ്ഞു ഇലകൾ തളർത്ത് വരുന്നുണ്ട്. നമുക്ക് കറിവേപ്പിലേൻ്റെ കുറേ തൈകളുണ്ട് കേട്ടോ വീട്ടിലും, ഒരുപാടുണ്ട്. വാ, ഞങ്ങളിങ്ങനെ പഴയ പൊട്ടിയ പാത്രത്തിലും അങ്ങനെയൊക്കെയാണ് വെക്കിയത്. ഒരു പൊട്ടിയ ബക്കറ്റാണ് ഗൈസ്, അതിലാണ് നമ്മൾ കറ്റാർവാഴ വെച്ചിരിക്കുന്നത്. കറ്റാർവാഴ അതുപോലെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ കറ്റാർവാഴ തൈകളൊക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇവിടുന്ന്. പുതിയത് വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് കറിവേപ്പിലുണ്ട്. കറിവേപ്പിലൊക്കെ എത്ര തൈകളുണ്ടെന്ന് അറിയോ ഗൈസ്? ഒരുപാടുണ്ട്. കറ്റാർവാഴ അതുപോലെ ഒരുപാടുണ്ട്. ഒന്നിനും യൂസ് ചെയ്യാറില്ല കേട്ടോ, അതാണ് സത്യം. കൊണ്ടുപോയവരെല്ലാം എന്തിനേലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങളിതൊന്നിനും യൂസ് ചെയ്യാറില്ല, ഒന്നിനും എടുക്കാറില്ല. മുഖത്ത് തേക്കാനോ മുടിയിൽ തേക്കാനോ ഒന്നിനും എടുക്കാറില്ല. പിന്നെ വാഴ ഉണ്ട് ഗൈസ്, വാഴയ്ക്ക് പിന്നെ എന്തായാലും വെള്ളം കിട്ടും. പിന്നെ പ്ലാവുണ്ട്, ഇതിനൊക്കെ വെള്ളം കിട്ടും ഗൈസ്. അപ്പോൾ അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മറ്റേ കൊയ്യാക്കൻ്റെ ആണ് കേട്ടോ. കൊയ്യാക്കനെ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. കൊയ്യാക്ക മീൻസ് ഗുവ ഇല്ലേ ഗൈസ്? ഗുവ, ഞങ്ങൾ കൊയ്യാക്ക എന്ന് പറയുക. പേരക്ക, ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരുകളാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ നമുക്ക് ബാക്കിൽ വലിയ മരം കേട്ടോ. അതിൽ ഡെയിലി നമുക്കൊരു 20 കിട്ടും. അങ്ങനെ കുറച്ച് നിറച്ച് കിട്ടും. ഇത് പിന്നെ സപ്പോർട്ടിൻ്റെ ആണ് കേട്ടോ. ഇതിനും വെള്ളം കിട്ടും ഗൈസ്. നമ്മൾ അലക്കുന്നോ പാത്രം കഴുകുന്നൊക്കെ വെള്ളം ഇങ്ങോട്ടേക്കാണ് വരുന്നത്. വാഴയിലും ഈ സപ്പോർട്ടൊക്കെ ഇതിനൊക്കെ കിട്ടും. ചെറി ഉണ്ട് ഗൈസ്. ചെറി ഇവിടെ നിന്ന് കാണില്ല, ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചാൽ ഇത് കണ്ടോ, ഇതൊക്കെ ചെറിയാണ്. ഈ വെള്ള കളർ കാണുന്ന എല്ലാം ചെറിയാണ് ഗൈസ്. അന്ന് ഞാൻ ചെറിയില്ല അങ്ങനെ ഇട്ടില്ല, ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറി പൂത്തിക്കുന്നത്. അതെല്ലാം കായത്തിൻ്റെ ഇതിൽ എത്ര പൂ വരുന്നുണ്ട് അതെല്ലാം കായായി മാറും ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് പഴുത്ത് കഴിയുമ്പോൾ കാണാൻ എന്ത് രസമായിരിക്കും എന്നറിയോ? ഫുള്ള് റെഡായി നിൽക്കുന്നുണ്ടാവും, ഭയങ്കര രസമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇത് പിന്നെ പോംഗ്രാനൈറ്റ്സ് ആണ്. മാതളങ്ങ ഇതിലിതുപോലെ വെള്ളം കിട്ടാണ്ട് ഇതിങ്ങനെ ഭയങ്കര ശോഷിച്ച് പോയതാണ്. പക്ഷെ ഇതിൽ കായ വരാറുണ്ട് കേട്ടോ, കുറേ വരാറുണ്ട്. കണ്ടു തുടക്കാം. ഇതുപോലെ കുറേ വരാറുണ്ടായിരുന്നു. ഇത് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇലയൊക്കെ ഇപ്പോൾ ഇങ്ങനെ കരിഞ്ഞ് പോകാനായിട്ടുണ്ട്. അപ്പം ഇതിന് വെള്ളം എത്ര കൊടുത്താലും മതിയാവില്ല ഗൈസ്. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും, പക്ഷേ എന്നാലും അതിന് മതിയാവുന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കറിവേപ്പില തൈ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ കറിവേപ്പില എൻ്റെ മരം ഇതാണ്, വലിയ മരമാണ് ഗൈസ്. കുറേ കറിവേപ്പില ഉണ്ടാവാറുണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ കറിവേപ്പിലേക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കാറുണ്ട്, നമ്മളും കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെട്ടിയിടും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കും. കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ഈ മറ്റേ മഞ്ഞുകാലം വരുമ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയിട്ട് പുതിയത് തളർത്ത് വന്നതാണ് കേട്ടോ. കാണിച്ചു തരാൻ. ഇതൊക്കെ പുതിയത് തളർത്ത് ഇങ്ങനെ വന്ന എല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഇതിലെല്ലാം അങ്ങനെയാണ് ഗൈസ്. മുകളിലുള്ളതൊന്നും എനിക്ക് അങ്ങനെ പിടിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ തളർത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഇലകൾ വന്നിട്ടുണ്ട്. മുകളിൽ ഒരുപാട് ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് വലിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓരോ കൊമ്പുകൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട് കേട്ടോ, ഇങ്ങനെ ചെടിയൊക്കെ നനയ്ക്കാനായിട്ട്. അല്ലേ പിന്നെ പറ, എന്തൊക്കെ ചെടിയുണ്ട് ഇവിടെ? നാണം വന്നു ഗൈസ്, നാണം. ഇവിടെ നോക്ക്, പിന്നെ നമ്മൾക്ക് വയ്യ ഗൈസ്. ഇവിടെ നോക്ക്, പിന്നെ
ഫേസ് കണ്ടില്ലേ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് ആൾ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നനയ്ക്കാം. ഇതിനൊക്കെ ഒന്ന് നല്ല ബ്യൂട്ടിഫുള്ളായി അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. എന്തായാലും പുതിയ അതിഥികൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വന്നിട്ടെല്ലാം ഒന്ന് സെറ്റ് ആക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഉഷാറായി വരട്ടെ. എല്ലാം വാടി പോകാനായതെന്ന് ഇങ്ങനെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാം വന്നതിന് ശേഷം നമുക്ക് അമ്മ ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മുടെ നാരങ്ങേൻ്റെ തൈയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലുതായിട്ടുണ്ട്. നമുക്ക് മുന്നേ വലിയൊരു തൈ ഉണ്ടായിരുന്നു. അത് നമ്മൾ മതിൽ കെട്ടുന്ന ടൈമിലെന്തോ ആയിട്ട് നമുക്കത് മാറ്റേണ്ടി വന്നു. അങ്ങനെ അത് പോയതാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ വെച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്, പക്ഷെ നാരങ്ങയൊന്നും വരാനായിട്ടില്ല കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ പുതിയ ഇലകളൊക്കെ ഇങ്ങനെ തളർത്തും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരക്ക മരം ഇതാണ് ഗൈസ്. നിറച്ച് പേരക്ക ഇവിടെ കാണാൻ പറ്റുമോ? കണ്ടോ, നിറച്ച് ഡെയിലി ഒരു 10 കൂടുതൽ എന്തായാലും കിട്ടുക. എന്നിട്ട് എല്ലാവർക്കും അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ട് തീരൂല. അതുകൊണ്ട് കുറേ പേരക്കുണ്ടോ. കറിവേപ്പിലേക്ക് വയ്ക്കുന്നു. പിന്നെ ഇത് പനിക്കൂർക്കയാണ് കേട്ടോ. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു. ഇതും അതുപോലെ മതിൽ വെക്കുന്ന ടൈമിലെങ്ങാണ്ട് അവർ വെട്ടുന്നവർ വന്ന് മണ്ണെല്ലാം വെട്ടി ഇതിൻ്റെ പുറത്തിട്ട് അത് അഴിഞ്ഞു പോയി. പിന്നെ അതിന് നമുക്ക് ചെറിയൊരു കൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു ചെടി വേറെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് വയ്യാതാകുമ്പോൾ നമ്മൾ ഇതിനാണ് എടുക്കുക. ഇത് മറ്റേ ചെടി ഇതും കണ്ടോ കൈസ്, കരിഞ്ഞ് പോയി, ഫുള്ള് കരിഞ്ഞാണ്. അതൊന്നും ഇങ്ങനെ വന്നതാണ്. വെള്ളം ഒഴിച്ച് അതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. മുറിയൊക്കെ ആകുമ്പോൾ അതിലേക്ക് വെക്കാൻ പറ്റിയൊരു മരുന്നാണിത്. നമ്മളിതിന് നീരിട്ട് വെച്ച് പെട്ടെന്ന് മുറിയൊക്കെ ഉണങ്ങും കൈസ്. അപ്പോൾ അതിന് ഇതുപോലെ ഞാൻ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പുതിയ ഇലകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയതിന് ഇങ്ങനെ കുഞ്ഞൻ ഇലകൾ ഇങ്ങനെ തളർത്ത് വരുന്നുണ്ട്. രക്ഷപ്പെടുന്ന വെച്ച് കൊടുക്കും. അപ്പോൾ ഡെയിലി നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടോ കൈസ്, ഇതൊക്കെ പുതിയ ഇലകൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയതെന്ന് ഇങ്ങനെ വരാം കൈസ്. എൻ്റെ പൂന്തോട്ടം അതിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാര്യം നല്ല തളർത്തുന്നുണ്ട് നാട്ടിലിപ്പം. ഇവിടെ ഫുള്ള് എങ്ങനെയായിരുന്നു എന്നറിയോ കൈസ്, ഈ 10 മണിച്ചെടി ഉണ്ടല്ലോ, ഇത് ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ളായി നിറഞ്ഞ് ഒരു മിനിറ്റ് പിന്നെ ഫുള്ള് പൂത്ത് നിന്നിരുന്നതാണ് കേട്ടോ. അത് വെയിലായിട്ട് ഫുള്ള് കരിഞ്ഞു പോയത് കണ്ടോ, ഇതുപോലെ കരിഞ്ഞു പോയി. അതൊന്നും ഇപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ വെള്ളം ഒഴിക്കും. ഇന്നലെ ഞാൻ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടികൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വരൂല. ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ് കിടക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതിനൊക്കെ രക്ഷപ്പെടുത്തി കൂടുന്നിട്ടുണ്ട്. ഇനി ഏരിയ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ആക്കിയെടുക്കണം. ഇതെല്ലായിടത്തേക്കും ഇങ്ങനെ പരന്ന് വരും ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ആ ഒരു ദിവസത്തിനായി വെയിറ്റിംഗ് ആണ്. ഇത് പണ്ടത്തെ പോലെ ആയി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ട ഗൈസ്, എവിടെ നോക്കിയാലും നമുക്ക് കറിവേപ്പില തൈകളുണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഴയ പോലെ ആക്കിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പഴയ ഫോട്ടോസിൻ്റെ ഗൈസ്. ഇവിടെ നിന്ന് എല്ലാവരും വന്ന് വണ്ടിയൊക്കെ നിർത്തി ചെടിയൊക്കെ ചോദിച്ച് കളിച്ചുകൊണ്ട് പോകലുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു. അങ്ങനൊരു സ്ഥലമായിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ ആയി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇന്നലെ കിട്ടാത്തതും കൂടി നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. രാവിലെ എണീറ്റ് പാലോ ചായയോ എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിലേക്ക് കുറച്ച് പുതിയ അതിഥികളെ കൂടി കൊണ്ടുവരണമെന്നുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ഇടാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. കൈസർ വീഡിയോയുണ്ട്, നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ വീഡിയോ കട്ടാക്കാൻ നിൽക്കുമ്പോഴാണ് അവൻ വന്നേക്കണേ. ഫുഡ് ചോദിച്ചു വന്നതാണ്. എപ്പോഴും വന്ന് ചോദിക്കില്ല. നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കൊടുക്കും. അവനുള്ള ഫുഡാണ്. വെള്ളവും കൊടുക്കും. എന്തെങ്കിലും ചോറൊന്നും കഴിക്കില്ല കൈസ്. ദോശയോ മിക്സർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, മുറുക്ക്, ഇങ്ങനെ സ്നാക്സ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാതെ മിണ്ടാതെ പിണങ്ങി പോകും. അതെ, ആ ചെറീൻ്റെ വീഡിയോ നമ്മൾ എടുക്കാൻ വിട്ടുപോയി കൈസ്. ഒരു മിനിറ്റ് ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. മീൻസ് അങ്ങനെ നമ്മുടെ ചെറീൻ്റെ പൂവെല്ലാം പോയിട്ട് കുഞ്ഞു ചെറികൾ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടാവുമല്ലോ. മിൻഹ എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വായൊക്കെ അടച്ചു പിടിച്ചിരിക്കുകയാണ്. കാലിൽ മുള്ള കുത്തും. നോക്കൂ ചെറികൾ. ഇനി ഇത് പഴുത്താൽ നല്ല രസമായിരിക്കും കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ 10 മണി ചെടീൻ്റെ വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.